ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫാത്തിസ് ലൈഫ്. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം തുടങ്ങുന്നതന്നെ നല്ല അടിപൊളി മഴയോട് കൂടിയാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നല്ല സൂപ്പർ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മളെ മക്കൾക്കൊക്കെ ലീവായതുകൊണ്ട് തന്നെ ആരും എണീറ്റിട്ടൊന്നുമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റായിട്ട് അവർ കഴിക്കുള്ളൂ. അപ്പം ഞാനും കുറച്ച് വൈകിട്ട് എണീക്കാൻ വേണ്ടിയിട്ട്, കാരണം നല്ല സുഖമില്ലാത്ത ദിവസമാണെന്ന്. നല്ല കാലുവേദനയും വയറുവേദനയും എല്ലാം ഉണ്ടായിട്ട് നല്ല സുഖമില്ല. അപ്പോൾ ഇത് എണീറ്റ് വന്നപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ മക്കൾ ട്യൂഷന് പോയതും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതെല്ലാം അലക്കാനിട്ടിട്ടുണ്ട്. അപ്പം ഇന്നലെ വൈകുന്നേരം തന്നെ വയറുവേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അലക്കി കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അതുപോലെ തന്നെ അവിടെ വെച്ചതായിരുന്നു. അപ്പോൾ റിയമോൾ രാവിലെ തന്നെ അതൊക്കെ മടക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ റിയമോൾക്ക് നല്ല വർക്കാണ് കേട്ടോ. മക്കൾ നെയ്ച്ചിട്ടില്ല ചെക്കന്മാർ. ഫിയ ബേബി ഇതാ ബാബാൻ്റെ കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫിയമ്മോളും ബാബയും കൂടെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും സ്കൂളില്ലാതെയൊക്കെ വീട്ടിലുണ്ടാവുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഫിയ ബേബിക്ക് തന്നെ എല്ലാം എടുത്ത് വെക്കണം കേട്ടോ. എല്ലാം ഇടാം ഫുള്ളിട്ടോ കേട്ടോ. ഓക്കെ, വേഗം പെട്ടെന്ന് എല്ലാം അതിലിട്ടോ, പ്രശ്നമില്ല. കഴിഞ്ഞോ? ഒന്നുകൂടി ഓക്കെ ഓക്കെ, താങ്ക് യു, ഗുഡ് ഗേൾ. ഓക്കെ. അപ്പോൾ ഇതാ ഒന്ന് മരുന്ന് കുടിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ വർക്കും ചെയ്യണതിൻ്റെ ഇടയിൽ മരുന്ന് കുടിക്കാൻ മറന്നുപോയി. ഇത് ഭക്ഷണത്തിന് മുമ്പ് മരുന്ന് കുടിക്കാണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ ആദ്യം ഞാൻ ഇന്നലെ കൊണ്ടുവന്ന പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ളതൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ബിഫോർ ഫുഡ് മെഡിസിൻ കഴിച്ചു. ഇനി വേഗം മുട്ടക്കറി ആക്കട്ടെ. അങ്ങനെ മുട്ടക്കറിയൊക്കെ ആക്കി ബിരിയാണിക്കുള്ളതെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബിരിയാണിക്കുള്ളതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കാൻ നേരം വൈകും. അപ്പോൾ ഇതാണ് കേട്ടോ മുട്ടക്കറിയും പൊറോട്ടയാണ് ചായയും. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ബിരിയാണിക്കുള്ളതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ബോഡി പെയിൻ ഉണ്ട് കേട്ടോ. പനിക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല ബോഡി പെയിൻ ഉണ്ട്. മക്കളുണ്ടാകുമ്പം ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. മക്കൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് പിന്നെ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇന്ന് എവിടെയും പോകാനും ഒന്നും പറ്റില്ല. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിരിയാണിക്കുള്ളത് ചോറ് അരി ഇതാ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്ക് മസാല സെറ്റാക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് എനിക്ക് ബിഫോർ ഫുഡ് മെഡിസിൻ കഴിക്കാണ്ട്, അപ്പോൾ ആൻറ്റിബയോട്ടിക് ഉണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് നമ്മളതിന് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഊഞ്ഞാലൊന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ തുടങ്ങിയതാണ് പെയിൻ്റ് അടിക്കൽ. അപ്പം കളറൊന്ന് മാറ്റി വൈറ്റും ഗ്രേയും ആക്കിയിട്ടുണ്ട്. പിന്നെ അത് പുറത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അത് ശരിക്കും കാണാം കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ചോറൊക്കെ ഇവിടെ വന്ന് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ റേമോൾ ഇതാ പായസത്തിനുള്ള സേമിയൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ റെഡിയാക്കി അങ്ങനെ ദമ്മിട്ടു കേട്ടോ. നമ്മൾ ദമ്മിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ സിമ്മിലാക്കിയിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ പായസവും അതുപോലെ തന്നെ ബിരിയാണിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്, വലിയതായിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിടലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മുകളിൽ ചെന്നപ്പോൾ ഇതാ നമ്മൾ റിയമോൾ എല്ലാം ഡ്രസ്സൊക്കെ അയലിലിട്ടിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ അതാ കുറച്ച് സമയം അവിടെ കിടന്നു. കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും കൂടി ഇവിടെ കിടന്നു. ഇനി ഒരു 1:30 സമയമാകുമ്പോൾ മക്കൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പോഴത്തേനും അവരോട് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയമോള് കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. എന്നും ബാബാൻ്റെ കൂടെയായിട്ട് കുളിക്കൽ. ഇന്ന് ബാബ പുറത്ത് പോയതുകൊണ്ട് ദീദിൻ്റെ കൂടെ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അപ്പോൾ ഇതാ അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. നമ്മളെ ബിരിയാണിയും ചിക്കൻ ബിരിയാണി ഇതാ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം മക്കളെല്ലാവരും വന്ന് റിയമോൾ ഇതാ ബാബ ചോറ് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇതാ ഒരു സേമിയ പായസം കൂടി കുടിച്ചു. അപ്പം അങ്ങനെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.